നമസ്കാരം. നമ്മുടെ ജീവിതം അറിഞ്ഞോ അറിയാതെയോ രാവും പകലുമായിട്ട് ഒരു മെഴുകുതിരി എന്ന പോലെ എരിഞ്ഞു തീരുകയാണ്. ഇതിനിടയിൽ അവരവരുടെ വികാരങ്ങൾ, കാമക്രോധാദി ലോഭമോഹങ്ങൾ, ഇതെല്ലാം പറയുവാൻ ഒരുപക്ഷെ വളരെ എളുപ്പമാണ്. പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നത് വളരെ വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ ഇരുന്നൊരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാം, 4 പേരിലേക്ക് എത്തിക്കാം. സ്വയം എന്തു ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ചിന്ത. അതിലേക്കായി ഒരു ശ്ലോകം പെട്ടെന്ന് ഓർമ്മ വരുന്നു. ആയുർവർഷശതം നൃണാം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 100 വർഷം എന്ന് വെക്കുകയാണെങ്കിൽ, ഏവർക്കും അറിയാം ഒരു 100 ശതം ജീവേമ ശരദശതം എന്ന് തന്നെയാണ്. 100 ശരത് ഋതു കാണുമാറാകട്ടെ എന്നുള്ളതാണ്. ശരത് ഋതുവിന് അത്രയധികം പ്രാധാന്യമുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ 100 വർഷം ആയുസ്സുണ്ടെങ്കിൽ രാത്രി തദർദ്ധം, അതായത് അതിൻ്റെ പകുതി രാത്രിയായിട്ട് പോവുകയാണ്. അപ്പോൾ 100 വർഷം എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ 50 എന്നായി മാറി. പകുതി രാത്രി പകുതി പകൽ. സൂര്യൻ്റെ വെളിച്ചത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ നാം ഉണ്ട്, ജീവാത്മാവാണ്, ഇല്ലെങ്കിൽ അഹം എന്നുള്ള ബോധം ഉണ്ടാകുന്നത് അപ്പോഴാണല്ലോ. ബാക്കിയെല്ലാം രാത്രിയായിപ്പോയി. ഇന്നത്തെ കാലത്ത് പകുതി എന്നല്ല, കൂടുതലും ഉറങ്ങി തീർക്കുകയാണ്. കാരണം രാത്രി 12 മണി, 1 മണി, 2 മണിക്ക് ശേഷം റീൽസ് എല്ലാം കണ്ട് ഉറങ്ങി രാവിലെ 11 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലങ്ങളാണ് ഇന്ന്. ആ ഒരു ശീലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ രാത്രി പകുതി പോയി. അപ്പോൾ 50 വർഷം. ഇനി അതിൻ്റെ പാതി ബാല്യകാലവും വാർദ്ധക്യകാലവും, 25 വർഷം അങ്ങനെ പോയി. 12 കൊല്ലം, 12.5 പകുതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൃത്യമായിട്ട് ഇനി അബ്സല്യൂട്ട് സെൻസിൽ എടുക്കരുത്. ആദ്യത്തെ 10-12 വർഷം നമ്മൾക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ചിന്തയല്ല അവിടെ പ്രാവർത്തികമാക്കപ്പെടുന്നത്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. അച്ഛനമ്മമാർ പറയും, നമ്മൾ കേൾക്കും. ഒരു ഫ്രീ വില്ലുമില്ല, സ്വന്തം ഇച്ഛാശക്തി വളരെ കുറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ആദ്യത്തെ 12 കൊല്ലം. ബാക്കിയുള്ള 12 കൊല്ലവും ഇത് തന്നെയാണ്. വാർദ്ധക്യകാലത്ത് മക്കൾ പറയുന്നത് അനുസരിച്ച് നാം ജീവിക്കേണ്ട ഒരവസ്ഥ, ഇല്ലെങ്കിൽ കട്ടിലിൽ കിടക്കേണ്ട അവസ്ഥ. ജീവിതമില്ലല്ലോ, നടക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മലമൂത്ര വിസർജനാദികൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കേണ്ട, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നിങ്ങനെ ഈ ഒരു 25 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 100 വർഷം ആയുസുള്ളവന് 50 കൊല്ലം രാത്രിയായി, 25 കൊല്ലം ബാല്യകാലവും വാർദ്ധക്യകാലവും. തസ്യാർദ്ധസ്യ പരസ്യ ച അർദ്ധമപരം. ഇനി എന്താ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ബാക്കി എവർക്കും അറിയാം 25 വർഷം. ആ ഒരു 25 വർഷം ശേഷം വ്യാധി വിയോഗ ദുഃഖസഹിതം സൗഖ്യം കുതഃപ്രാണിനാം. ശേഷം വ്യാധി വിയോഗ ദുഃഖസഹിതം. ബാക്കി 25 കൊല്ലത്തിൽ അപ്പോഴപ്പോഴായിട്ട് വരുന്ന അസുഖങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരുടെ വേർപാട്, വിയോഗ ദുഃഖസഹിതം. അതിൽ പലതരം ദുഃഖങ്ങളോടുകൂടി മനുഷ്യൻ ജീവിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള ഒരു 25 കൊല്ലവും കൂടി ശേഷം വ്യാധി വിയോഗ ദുഃഖസഹിതം സൗഖ്യം കുതഃപ്രാണിനാം. സുഖമായിട്ടുള്ള അവസ്ഥ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വിഷയമാണ്. നാം ചിന്തിക്കേണ്ടി ഇരിക്കുന്ന ഒരു വിഷയമാണ്, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ മറന്നു പോകുകയാണ്. മറക്കുന്നത് തന്നെയാണ് അതിലൊരുപാട് നന്മയുണ്ട്. മറവി ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പണ്ട് ചെയ്ത ഒരു കുറ്റത്തെയും, ഇല്ലെങ്കിൽ അന്ന് നമ്മളെ അടിച്ച സാറിനെയും ദേഷ്യത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ ആ ദേഷ്യം ഇന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സാറിനെ പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല, അമ്മയെ തിരിഞ്ഞു നോക്കില്ല. ചെറുപ്പത്തിൽ പല ദേഷ്യമുണ്ട്, അമ്മയെ അടിച്ചിട്ടുണ്ട്, ആ ദേഷ്യം ഇന്നില്ല, മറന്നുപോയി. മറവിയുള്ളത് കൊണ്ട് തന്നെയാണ് നാം ജീവിക്കുന്നത്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജീവിതം വളരെ ചെറുതാണെന്നും ആ ഒരു ചെറിയ കാലഘട്ടത്ത് ദേഷ്യം, മറ്റുള്ളവരുടെ അടുത്തുള്ള ദേഷ്യം, പുച്ഛം, ആ
കാണുന്ന ജീവാത്മാക്കളോടെല്ലാം തന്നെ പുച്ഛമാണ്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു, എന്നാലും എൻ്റെ അനിയൻ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. ഫൊർഗീവ്. ഇതെല്ലാം മറന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം 5 വർഷം കഴിയുമ്പോൾ ഈ വേദന ഉണ്ടാവില്ല, അത് മറന്നിരിക്കും. അപ്പോൾ അന്ന് മറക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് മറക്കുന്നത് കുറച്ചുകൂടി ഉചിതമാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഈ ദേഷ്യമെല്ലാം നമുക്ക് മാറ്റിവെച്ച് സ്വയം ഉദ്ധരിക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. നമ്മളുടെ ആത്മാവിനെ നമ്മൾ തന്നെയാണ് ഉയർത്തേണ്ടത്. ഉദ്ധരേത് ആത്മനാത്മാനം വളരെ ബൃഹത്തായ ഒരു വചനമാണ്. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ഇത്ര മാത്രമാണ്: നമ്മെ നാം തന്നെ ഉയർത്തിയാലും നമ്മളിലുള്ള കുറ്റം കുറവുകളെ തീരെ തുച്ഛമാക്കി മുന്നോട്ട് കൊണ്ടുപോയി നല്ല ചിന്തയിലേക്ക് ഉയരണം എന്നുള്ള ഒരു നല്ല ചിന്തയോടുകൂടി ഇന്നത്തെ സുഭാഷിതം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.